യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസ വാർത്തയുമായാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി മുതൽ കൺഫേംഡ് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് മുൻപത്തേക്കാൾ വളരെ വേഗത്തിലാകും. ഇതിനായി റെയിൽവേയുടെ ഔദ്യോഗിക ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ IRCTC വലിയ മാറ്റങ്ങളാണ് അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും വരുത്തിയിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനിടയിൽ യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന, സമയം നഷ്ടപ്പെടുത്തിയിരുന്ന ക്യാപ്ച കോഡുകൾ ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടത്തിൽ നിന്ന് റെയിൽവേ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. ഇനി വെറും 8 ക്ലിക്കിലൂടെ ട്രെയിൻ ടിക്കറ്റ് സ്വന്തമാക്കാം. ട്രെയിൻ ടിക്കറ്റ് സ്വന്തമായി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആർക്കും ഒട്ടും പ്രിയമല്ലാത്ത ഒന്നാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്യാപ്ച കോഡുകൾ. അക്ഷരങ്ങളും അക്കങ്ങളും മാറി മറിഞ്ഞു വരുന്ന ഈ കോഡുകൾ പ്രത്യേകിച്ച് തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന ആ തിരക്കുള്ള സമയത്ത് യാത്രക്കാരെ ഒട്ടൊന്നുമല്ല വട്ടം ചുറ്റിക്കാറുള്ളത്. ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പിഴവ് കാരണം തൽക്കാൽ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. എന്നാൽ ഇനി ആ തലവേദനയും ആശങ്കയും യാത്രക്കാർക്ക് വേണ്ടതില്ല. IRCTC ആപ്പിലും വെബ്സൈറ്റിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പ്രക്രിയ കൂടുതൽ ലളിതവും വേഗമേറിയതുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ടിക്കറ്റുകൾ തിരഞ്ഞെടുത്ത് പേയ്മെന്റ് ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലുള്ള ക്യാപ്ച വെരിഫിക്കേഷൻ റെയിൽവേ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അതീവ സുരക്ഷിതവും എന്നാൽ ഉപയോക്താക്കൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാക്കാത്തതുമായ പുതിയ സൈബർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ലോഗിൻ ചെയ്യുന്നത് മുതൽ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും വെറും 8 ക്ലിക്കുകളിലേക്ക് ചുരുക്കാൻ യാത്രക്കാർക്ക് സാധിക്കും. ഈ സംവിധാനം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ യാത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ യാത്രക്കാരുടെ വിവരങ്ങൾ IRCTC ആപ്പിലെ മൈ പ്രൊഫൈൽ വിഭാഗത്തിൽ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് പോകേണ്ട സ്ഥലവും തീയതിയും നൽകി അനുയോജ്യമായ ട്രെയിൻ തിരഞ്ഞെടുക്കുക. മുൻകൂട്ടി സേവ് ചെയ്ത മാസ്റ്റർ ലിസ്റ്റിൽ നിന്ന് യാത്രക്കാരുടെ പേര് ഒറ്റ ക്ലിക്കിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും. തുടർന്ന് IRCTC വാലറ്റോ UPI ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പണം അടയ്ക്കാം. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്യാപ്ചകൾ ഇനി വരുന്നില്ല എന്നതിനാൽ ഈ ഘട്ടങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സെക്കൻഡുകൾ കൊണ്ട് തീർന്നു പോകുന്ന തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ പുതിയ സംവിധാനം വലിയൊരു അനുഗ്രഹമായി മാറും. യാത്രക്കാരുടെ വിലപ്പെട്ട സമയം ലാഭിക്കുന്നതിനൊപ്പം ഡിജിറ്റൽ ടിക്കറ്റിംഗ് സംവിധാനം കൂടുതൽ ജനപ്രിയമാക്കാനും ഈ പുതിയ പരിഷ്കാരം സഹായിക്കും. വരും ദിവസങ്ങളിൽ യാത്രക്കാർക്കായി കൂടുതൽ നൂതനമായ ഫീച്ചറുകൾ IRCTC അവതരിപ്പിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന. ട്രെയിൻ യാത്രകൾ ഇനി കൂടുതൽ സുഖകരവും വേഗമേറിയതുമാകട്ടെ. കൂടാതെ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. വാട്സ്ആപ്പ് വഴി പങ്കുവയ്ക്കുന്ന ട്രെയിൻ ടിക്കറ്റുകൾ ഇനി മുതൽ പരിശോധനാ വേളയിൽ സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റുകൾ എടുത്ത ഫോണിൽ തന്നെ കാണിക്കണമെന്ന് റെയിൽവേ. വാട്സ്ആപ്പ് വഴിയോ മറ്റു മെസ്സേജിംഗ് ആപ്പുകൾ വഴിയോ ഇത്തരത്തിൽ പങ്കുവയ്ക്കുന്ന ടിക്കറ്റുകൾ സ്വീകരിക്കില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. ടിക്കറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ, ഫോട്ടോകൾ, PDF കോപ്പികൾ വാട്സ്ആപ്പ് വഴിയോ മറ്റ് ആപ്പുകൾ വഴിയോ പങ്കുവച്ച ടിക്കറ്റുകൾ എന്നിവ ഇനി മുതൽ സാധുവായ യാത്രാരേഖകളായി കണക്കാക്കാനാകില്ല. ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ഒറിജിനൽ ആപ്പിൽ തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിൽ തന്നെ ടിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പരിശോധനാ സമയത്ത് ടിക്കറ്റ് ഒറിജിനൽ ആപ്പിൽ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രയായി കണക്കാക്കി പിഴ ഈടാക്കാവുന്നതാണെന്നും റെയിൽവേ വിശദീകരിക്കുന്നു. കോർബ വിശാഖപട്ടണം പിങ് എക്സ്പ്രസിൽ ഒരാൾ ഇത്തരത്തിൽ ടിക്കറ്റ് സ്ക്രീൻഷോട്ട് കാണിച്ച് യാത്ര ചെയ്യുകയും പരിശോധനയിൽ അത് ട്രെയിൻ പുറപ്പെട്ട ശേഷം എടുത്തതാണെന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് റെയിൽവേ വ്യക്തത വരുത്തിയത്. അതേസമയം റിസർവ്ഡ് ടിക്കറ്റുകളെ ഈ നിബന്ധനകൾ ബാധിക്കില്ല. പരിശോധന സമയത്ത് ഒറിജിനൽ ആപ്പിൽ ടിക്കറ്റ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരനായി കണക്കാക്കും. തുടർന്ന് യഥാർത്ഥ യാത്രാ നിരക്കിനൊപ്പം റെയിൽവേയുടെ നിയമപ്രകാരമുള്ള കടുത്ത പിഴയും ഈടാക്കുന്നതായിരിക്കും. അതിനിടെ റെയിൽവേയുടെ മറ്റൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഓണക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. മലയാളികൾക്ക് നൽകുന്ന ആശ്വാസം ഇത് ചെറുതല്ല. ഉത്സവ സീസണിലെ വലിയ തിരക്ക് മുൻകൂട്ടി കണ്ടാണ് ഈ അധിക സർവീസ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ഭുവനേശ്വറിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയക്രമം, റൂട്ടുകൾ, സ്റ്റോപ്പുകൾ എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടനെ ഔദ്യോഗികമായി പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.